ജിഷ വധക്കേസിൽ പ്രതി അമീറുൽ ഇസ്ലാമിനെ പെരുമ്പാവൂർ കോടതി 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു. പോലീസ് പ്രതിയെ കസ്റ്റഡിയിൽ ആവശ്യപ്പെട്ടിട്ടില്ല. ജയിലിൽ മജിസ്ട്രേറ്റിന്റെ സാന്നിധ്യത്തിൽ തിരിച്ചറിയൽ പരേഡ് നടത്തുകയാണ് ഇനിയുള്ളത്. പ്രതിയെ കാക്കനാട് ജില്ലാ ജയിലിലേക്ക് എത്തിച്ചിരിക്കുന്നു. ഹെൽമറ്റ് ധരിപ്പിച്ച് ശക്തമായ സുരക്ഷ ഒരുക്കിയാണ് പ്രതിയെ ഇന്ന് പോലീസ് കോടതിയിൽ എത്തിച്ചത്. ഇപ്പോൾ വിവരങ്ങളുമായി അലക്സ് ഞങ്ങളുടെ പ്രതിനിധി ചേരുകയാണ്. അലക്സ്, എന്തൊക്കെയാണ് ഇന്ന് കോടതി മുറിയിൽ നടന്നത്? സമഗ്രമായ വിവരങ്ങൾ. അജിംഷാദ്, ഇന്നലെയാണ് ഈ പ്രതിയെ ആലുവ പോലീസ് ക്ലബിലേക്ക് പോലീസ് കൊണ്ടുവരുന്നത്. ഇയാളെ തമിഴ്നാട് കാഞ്ചീപുരത്ത് നിന്ന് പിടികൂടി ഇയാളെ തൃശ്ശൂരിലെത്തിച്ച് ചോദ്യം ചെയ്തതിനു ശേഷമാണ് ആലുവ പോലീസ് ക്ലബിൽ പോലീസ് എത്തിച്ചത്. അതിനുശേഷമാണ് ഇന്ന് ആദ്യം പറഞ്ഞത് 9 മണിയോടുകൂടി തന്നെ പെരുമ്പാവൂരിലെ 1ാം ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ ഇയാളെ ഹാജരാക്കും എന്നായിരുന്നു. എന്നാൽ മാധ്യമ വാർത്തകൾ പിന്നീട് ശരിയല്ല എന്ന് വന്നു. അത് വൈകുന്നേരം ഉച്ചയ്ക്ക് 2 മണിക്കും 3 മണിക്കോടുകൂടെ ഇവിടെ എത്തുമെന്നുള്ള വാർത്തകൾ പിന്നീട് വന്നു. അത് കഴിഞ്ഞ് ഏതാണ്ട് ഒരു 4:30 മണിക്ക് ശേഷമാണ് ഈ പ്രതിയെ വഹിച്ചുകൊണ്ടുള്ള വാഹനം ആലുവ പോലീസ് ക്ലബിൽ നിന്ന് പെരുമ്പാവൂർ ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിലേക്ക് എത്തിയത്. ഈ കോടതിക്കുള്ളിൽ നടന്ന കാര്യം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ വളരെ ചുരുങ്ങിയ മിനിറ്റുകൾ കൊണ്ട് കോടതിക്കുള്ളിലെ നിയമവ്യവഹാരങ്ങൾ കഴിഞ്ഞു. അത് കോടതി പ്രധാനമായും പ്രതിയോട് ദ്വിഭാഷിയുടെ സഹായത്തോടുകൂടെ പ്രതിയോട് ചോദിച്ച 2 കാര്യങ്ങളാണ്. ഒന്ന്, നിങ്ങൾക്ക് നിയമസഹായം ആവശ്യമാണോ എന്ന് കോടതി പ്രതിയോട് ചോദിച്ചു. പ്രതി കോടതിയിൽ മൊഴി നൽകിയത് നിയമസഹായം വേണമെന്ന് മൊഴി നൽകി. അതിനു വേണ്ടിയിട്ട് പ്രതിയുടെ വാദം കേൾക്കാൻ, അല്ലെങ്കിൽ പ്രതിക്ക് വേണ്ടി വാദിക്കാൻ പി രാജൻ എന്ന ഈ ബാർ അസോസിയേഷനിൽ തന്നെ വക്കീലിനെ കോടതി ചുമതലപ്പെടുത്തി. അത് കഴിഞ്ഞ് പോലീസ് ചോദിച്ചത് നിങ്ങൾക്ക് പോലീസിൻ്റെ ഭാഗത്തുനിന്ന് മർദ്ദനം ഉണ്ടായോ എന്ന് കോടതി പ്രതിയോട് ചോദിക്കുന്നു. അതിന് പ്രതി നൽകിയ മറുപടി ഇല്ല എന്നായിരുന്നു. അതിനുശേഷമാണ് പെട്ടെന്ന് തന്നെ പ്രതിയെ ഇവിടെ നിന്ന് കാക്കനാട് ജില്ലാ ജയിലിലേക്ക് കൊണ്ടുപോയി. ഇപ്പോൾ പ്രതി കാക്കനാട് ജില്ലാ ജയിൽ എത്തിയിട്ടുണ്ട്. ഇന്ന് രാവിലെ 9 മണിയോടുകൂടെ തന്നെ ഈ പെരുമ്പാവൂർ കോടതി പരിസരത്ത് ജനങ്ങൾ പ്രതിയെ കാണുന്നതിന് വേണ്ടി എത്തിച്ചേർന്നിരുന്നു. തങ്ങൾക്ക് ഇന്നലെ അടക്കം മാധ്യമങ്ങളിൽ വന്നത് പ്രതിയുടെ മുഖം മറച്ച ഒരു രൂപം മാത്രമായിരുന്നു. ഇതല്ല, തങ്ങൾക്ക് പ്രതിയെ നേരിട്ട് കാണണം, പ്രതിയുടെ മുഖം കാണണം എന്നുള്ള തരത്തിലേക്കുള്ള ആവശ്യമായി ജനങ്ങൾ രാവിലെ മുതൽ എത്തിയിരുന്നു. വൈകുന്നേരമായപ്പോൾ തന്നെ ഈ ഒരു കോടതി പരിസരം വലിയ രീതിയിൽ ജനനിബിഡമായിരുന്നു. അതുകൊണ്ട് തന്നെ പോലീസ് കൃത്യമായി ഈ കോടതി പരിസരത്ത് നിന്നും ജനങ്ങളെ പുറത്തേക്ക് ഇറക്കി വലിയ തോതിലുള്ള നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തി. വടം വരെ ഉപയോഗിച്ചുള്ള വലിയ നിയന്ത്രണങ്ങളാണ് പോലീസ് ഒരുക്കിയത്. റോഡിൻ്റെ ഇരുവശങ്ങളിലേക്കും ഈ ജനങ്ങളെ പോലീസ് മാറ്റി നിർത്തി നിയന്ത്രിച്ചു. അതിനുശേഷമാണ് ഈ പ്രതിയെ കൊണ്ടുള്ള പോലീസ് വാഹനം ഈ പെരുമ്പാവൂർ കോടതി പരിസരത്തേക്ക് വരുന്നത്. ചെറിയ രീതിയിൽ പോലീസ് വാഹനം അകത്തേക്ക് പ്രവേശിക്കുമ്പോൾ ചെറിയ രീതിയിൽ പോസ്റ്റിൽ ഇടിച്ച പോലീസ് വാഹനത്തിന് ചെറിയ പരിക്കുകൾ പോലീസ് വാഹനത്തിന് തന്നെ പറ്റി. പോലീസ് വാഹനത്തിൻ്റെ ചില്ല് തകരുന്ന ഒരു ദൃശ്യവും നമ്മൾ നേരത്തെ കണ്ടു. വളരെ വൈകി ഈ ഒരു ജനസഞ്ചയം ഇവിടെ ഉണ്ട്, അല്ലെങ്കിൽ ജനങ്ങൾ ഇവിടെ കൂടി നിന്നത് തീർച്ചയായും പ്രതി ആരാണെന്ന് അറിയാനുള്ള ആകാംക്ഷ കൊണ്ട് തന്നെയാണ്. ഞാൻ നേരത്തെ പലവട്ടം സൂചിപ്പിച്ചതുപോലെ തന്നെ പെരുമ്പാവൂരിനെ അല്ല, രാജ്യത്തെ ആകെ നടുക്കിയ കൊലപാതകത്തിന് പിന്നിൽ ആരാണ് എന്നത് പെരുമ്പാവൂർ നിവാസികൾക്ക് അറിയണം. അതുകൊണ്ട് തന്നെയാണ് അവർ രാവിലെ മുതൽ ഇന്നത്തെ ജോലിയും മറ്റു കാര്യങ്ങളുമെല്ലാം ഉപേക്ഷിച്ച് രാവിലെ മുതൽ അവർ പെരുമ്പാവൂരിലെത്തിയത്. ഈ ജില്ലാ കോടതിക്ക് മുമ്പാകെ അവർ നിന്നത്. ഈ ഒരു നിമിഷം പോലും ജനങ്ങൾ കോടതി പരിസരത്ത് നിന്ന് പിരിഞ്ഞു പോകാൻ തയ്യാറായിട്ടില്ല. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ കോടതിയിൽ നടന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം എന്നുള്ളത് പ്രതിയെ 14 ദിവസത്തേക്ക് കോടതി ജുഡീഷ്യൽ കസ്റ്റഡിയിൽ വിടുന്നു. അതിനുശേഷം ജുഡീഷ്യൽ കസ്റ്റഡിയിൽ ഇരുന്നുകൊണ്ട് പ്രതിയെ തിരിച്ചറിയൽ പരേഡ് നടത്തും. അതിനുശേഷം മാത്രമേ പ്രതിയെ പോലീസ് കസ്റ്റഡിയിൽ വാങ്ങുന്നതിനുള്ള അപേക്ഷ സമർപ്പിക്കുകയുള്ളൂ. അതിനുശേഷം മാത്രമേ പോലീസ് കസ്റ്റഡിയിൽ സ്വീകരിക്കുകയുള്ളൂ. ഇതിൽ നിന്ന് വ്യക്തമാകുന്ന ഒരു കാര്യമുണ്ട്, പോലീസിന് പ്രതി ഇതാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. പോലീസ് പൂർണ്ണമായും ഉറപ്പിച്ചു കഴിയുന്നു. പിടിയിലായ പ്രതി അമീറുൽ ഇസ്ലാം തന്നെയാണ് ജിഷയുടെ ഘാതകർ എന്ന് പോലീസ് ഉറപ്പിക്കുന്നു. ഇതിന് ഒരു ടെസ്റ്റ് ഐഡന്റിഫിക്കേഷൻ പരേഡ് മാത്രമാണ് പോലീസ് മുന്നിൽ കാണുന്നത്. ഇത് വരുന്ന ദിവസങ്ങളിൽ ഈ ഒരു ടെസ്റ്റ് ഐഡന്റിഫിക്കേഷൻ പരേഡ് കോടതിയുടെ തന്നെ മേൽനോട്ടത്തിൽ ഉണ്ടാകും. അത് കഴിഞ്ഞതിന് ശേഷം മാത്രമേ പോലീസ് കസ്റ്റഡിയിൽ ആവശ്യപ്പെട്ടുകൊണ്ടുള്ള അപേക്ഷ കോടതിയിൽ സമർപ്പിക്കുള്ളൂ. ജിഷ, ശരി. അലക്സ് ആണ് വിവരങ്ങൾ നൽകിയത്. ജിഷ കേസുമായി ബന്ധപ്പെട്ട് 100% ശാസ്ത്രീയ തെളിവുകൾ കോടതിയിൽ ഹാജരാക്കുമെന്ന് DGP ലോക്നാഥ് ബെഹ്റ. ഇപ്പോൾ വിവരങ്ങൾ വെളിപ്പെടുത്തുന്നത് അന്വേഷണത്തെ ബാധിക്കും. കൂട്ടുപ്രതികൾ ഉണ്ടോ എന്ന് ഇപ്പോൾ പറയാനാകില്ല എന്നും DGP മാധ്യമങ്ങളോട് പറഞ്ഞു. ഈ കാര്യങ്ങൾ ഞാൻ കേസിന്റെ ഡീറ്റെയിൽസ് പ്ലീസ് ഡോണ്ട് ആസ്ക്. ഞങ്ങൾ ഈ കേസ് എങ്ങനെ ബിൽഡ് ചെയ്തിട്ട് എത്ര സ്ട്രോങ് എവിഡൻസ് ഒന്ന് കോടതിയുടെ മുൻപാകെ കൊണ്ടുവരണം, ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ബെസ്റ്റ് പോസിബിൾ എവിഡൻസ് നമുക്ക് ഫ്രണ്ടിലേക്ക് കൊണ്ടുപോകാൻ പോകും, അതാണ് മെയിൻ ആണോ ഇപ്പോൾ. ദാറ്റ് ഈസ് ദ ചാലഞ്ച്. പിന്നെ ഈ ആളുടെ കൂടെ ആരോ ഉണ്ടായിരുന്നോ ആ കാര്യങ്ങൾ ഞങ്ങൾ പിന്നെ നോക്കിയിട്ട് പറയാം. പക്ഷേ നെക്സ്റ്റ് ആണ് ഇതിൽ ഈ ആൾക്ക് അതിനെ 100% കണക്ട് ചെയ്യണം, 100% സയൻറ്റിഫിക് രീതിയിൽ കണക്ട് ചെയ്യണം. അതാണ് ഞാൻ പഠിച്ചിട്ടുള്ള ഇൻവെസ്റ്റിഗേഷൻ.
ജിഷ വധക്കേസ് അന്വേഷണ സംഘത്തെ അഭിനന്ദിക്കുന്നതായി KPCC പ്രസിഡന്റ് VM സുധീരൻ. അന്വേഷണത്തെക്കുറിച്ച് സംശയിക്കേണ്ട സാഹചര്യം ഇപ്പോഴില്ലെന്നും സുധീരൻ കണ്ണൂരിൽ മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു. വെള്ളാപ്പള്ളി എതിർത്താൽ താൻ 100% ശരിയാണെന്നാണ് കണക്കാക്കേണ്ടതെന്നും ശ്രീനാരായണ ഗുരുവിനെ വഞ്ചിച്ചവൻ എന്ന പേരിലാകും വെള്ളാപ്പള്ളിയെ ചരിത്രം വിലയിരുത്തുകയെന്നും VM സുധീരൻ കൂട്ടിച്ചേർത്തു. ക്രൂരമായ കൊല ചെയ്യപ്പെട്ട സംഭവത്തിൽ അതിൽപ്പെട്ട പ്രതിയെ പോലീസ് കണ്ടെത്തി എന്നുള്ളത് വളരെയേറെ ആശ്വാസകരമായ ഒരു കാര്യമാണ്. ഇതിനുവേണ്ടി സർവ്വശ്രമങ്ങളും നടത്തിയ കേരള പോലീസിനെ ഹാർദമായി അഭിനന്ദിക്കാൻ. ഇതിനെ സംബന്ധിച്ചോളം ഇപ്പോഴത്തെ മാധ്യമ റിപ്പോർട്ടുകൾ നമ്മൾ ആശ്രയിക്കുമ്പോൾ മറ്റു തരത്തിൽ ചിന്തിക്കേണ്ട ഒരു സാഹചര്യം ഇപ്പോൾ ഏതായാലും വന്നിട്ടില്ല. കേരള പോലീസിൻ്റെ മൊത്തത്തിലുള്ളൊരു നേട്ടമെന്ന രീതിയിലാണ് ഞാൻ കാണുന്നത്. വെള്ളാപ്പള്ളി എതിർത്താൽ നമ്മൾ ശരിയാണ് എന്നുള്ളത് ഉറപ്പിച്ചു പറയാൻ സാധിക്കും. ചരിത്രം അദ്ദേഹത്തെ വിശേഷിപ്പിക്കാൻ പോകുന്നത് ശ്രീനാരായണ ഗുരുവിനെ പോലും വഞ്ചിച്ച ഒരു വ്യക്തി എന്നുള്ള നിലയിലാണ്. മലാപ്പറമ്പ് സ്കൂൾ അടച്ചുപൂട്ടണമെന്ന സുപ്രീം കോടതി ഉത്തരവ് ഭേദഗതി ചെയ്യാനാകില്ലെന്ന് സുപ്രീം കോടതി രജിസ്ട്രാർ. ഉത്തരവ് ഭേദഗതി ചെയ്യണമെന്ന് ആവശ്യപ്പെട്ട് മലാപ്പറമ്പ് സ്കൂൾ PTA നൽകിയ ഹർജി സ്വീകരിക്കാനാകില്ലെന്നും സുപ്രീം കോടതി രജിസ്ട്രാർ വ്യക്തമാക്കി. വിദ്യാഭ്യാസ അവകാശം ഉറപ്പാക്കേണ്ടത് സംസ്ഥാന സർക്കാരാണെന്ന് മുൻ ഉത്തരവിൽ വ്യക്തമാക്കിയിട്ടുണ്ടെന്നും കോടതി ചൂണ്ടിക്കാട്ടി. PTA വേണമെങ്കിൽ സംസ്ഥാന സർക്കാരിനെയോ ഹൈക്കോടതിയെയോ ഹർജിയുമായി സമീപിക്കാമെന്നും സുപ്രീം കോടതി വ്യക്തമാക്കി. മൈക്രോ ഫിനാൻസ് തട്ടിപ്പിൽ വെള്ളാപ്പള്ളിക്ക് ഒടുവിൽ കുറ്റസമ്മതം. മൈക്രോ ഫിനാൻസ് ഇടപാടിൽ ക്രമക്കേടുണ്ടായതായി വെള്ളാപ്പള്ളി നടേശൻ സമ്മതിച്ചു. കന്യാകുമാരിയിൽ ചേർന്ന SNDP വാർഷിക പൊതുയോഗത്തിലാണ് വെള്ളാപ്പള്ളി നടേശൻ കുറ്റസമ്മതം നടത്തിയത്. ഏറെ നാളത്തെ മൗനത്തിനൊടുവിലാണ് വെള്ളാപ്പള്ളി ഒടുവിൽ കുറ്റസമ്മതം നടത്തിയിരിക്കുന്നത്. മൈക്രോ ഫിനാൻസ് ഇടപാടിൽ ക്രമക്കേടുണ്ടായതായി ഒടുവിൽ വെള്ളാപ്പള്ളി സമ്മതിച്ചു. ചില UDF നേതാക്കന്മാർ ഭാരവാഹികളായ ശാഖകളിലാണ് ക്രമക്കേടുണ്ടായത്. ഇതിൻ്റെ ധാർമ്മിക ഉത്തരവാദിത്വം തനിക്കുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. കന്യാകുമാരിയിൽ ചേർന്ന SNDPയുടെ വാർഷിക പൊതുയോഗത്തിലാണ് വെള്ളാപ്പള്ളി കുറ്റസമ്മതം നടത്തിയത്. മൈക്രോ ഫിനാൻസ് വായ്പാ തട്ടിപ്പിൽ ക്രമക്കേടുള്ളതായി ആരോപിച്ചുകൊണ്ട് മുൻ പ്രതിപക്ഷ നേതാവായിരുന്ന VS അച്യുതാനന്ദൻ വിജിലൻസ് ഡയറക്ടർക്ക് കത്ത് നൽകിയിരുന്നു. ഇതേ തുടർന്ന് മൈക്രോ ഫിനാൻസിൽ ക്രമക്കേടുണ്ടായതായി വിജിലൻസ് നടത്തിയ രഹസ്യ പരിശോധനയിൽ കണ്ടെത്തുകയും ചെയ്തു. കേസ് തിരുവനന്തപുരം വിജിലൻസ് കോടതി അടുത്ത് തന്നെ പരിഗണിക്കാനിരിക്കുന്ന സാഹചര്യത്തിലാണ് വെള്ളാപ്പള്ളി മൈക്രോ ഫിനാൻസ് തട്ടിപ്പിൽ ക്രമക്കേടുണ്ടായതായി കുറ്റസമ്മതം നടത്തിയിരിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. തീർച്ചയായും പ്രതി റിമാൻഡിലാണ്. ജിഷ വധക്കേസിൽ കേരളം കാത്തിരുന്ന ഏതാണ്ട് 50 ദിവസത്തോളം വളരെ ഉദ്വേഗ നിമിഷത്തോടുകൂടി കേരളം കാത്തിരുന്നതിൻ്റെ ഫലപ്രാപ്തിയിലേക്ക് എത്തിയിരിക്കുന്നു. ഇനി പ്രതിയെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരിക എന്ന ദൗത്യമാണുള്ളത്. ഇന്ന് 14 ദിവസത്തേക്ക് പെരുമ്പാവൂർ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി പ്രതിയായ അസം സ്വദേശി അമീറുൽ ഇസ്ലാമിനെ 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു. ഇനി അടുത്തത് പോലീസിൻ്റെ തിരിച്ചറിയൽ പരേഡാണ്. തിരിച്ചറിയൽ പരേഡിന് ശേഷമാകും മറ്റ് നടപടിക്രമങ്ങളും തെളിവെടുപ്പടക്കമുള്ള നിർണായകമായ കാര്യങ്ങളും നടത്തുക. ഇതുവരെയുള്ള പോലീസിൻ്റെ അനുമാനങ്ങളൊക്കെ ശരിയാണ്. ഇതുവരെ പോലീസിന് ലഭിച്ച ശാസ്ത്രീയമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ അമീറുൽ ഇസ്ലാം തന്നെയാണ് ജിഷയെ അതിക്രൂരമായി കൊലപ്പെടുത്തിയത് എന്ന് പോലീസിന് ബോധ്യമായിരിക്കുന്നു എന്നതാണ് ഇന്ന് കോടതി മുറികളിൽ നിന്നുള്ള ഏറ്റവും ഒടുവിലത്തെ വിവരം അടക്കം നമുക്ക് വ്യക്തമാകുന്നത്. ഇതിൻ്റെ വിവരങ്ങളുമായി അലക്സ് റാം മുഹമ്മദ് ഞങ്ങളുടെ പ്രതിനിധി ചേരുകയാണ്. അലക്സ്, ഇന്ന് കോടതിയിൽ ഹെൽമറ്റ് ധരിപ്പിച്ചാണ് പ്രതിയെ കൊണ്ടുവന്നത്. 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്ത പ്രതിയെ കാക്കനാട് ജയിലിൽ എത്തിക്കുകയും ചെയ്തു. കാക്കനാട് ജയിലിൽ എത്തിയോ പ്രതി? അടക്കമുള്ള വിശദാംശങ്ങളിലേക്ക് നമുക്ക് പോയാൽ. അജിംഷാദ്, അല്പം മുമ്പ് ഈ ജിഷയെ കൊലപ്പെടുത്തിയ കേസിലെ പ്രതി ആസാംകാരനായ അമീറുൽ ഇസ്ലാമിനെ കാക്കനാട് ജില്ലാ ജയിലിലേക്ക് എത്തിച്ചു. ഇവിടെ നിന്ന് പുറപ്പെട്ട ഏതാണ്ട് അരമണിക്കൂറിനുള്ളിൽ തന്നെ കാക്കനാട് ജില്ലാ ജയിൽ പ്രതിയെ എത്തിച്ചിരിക്കുന്നുവെന്ന് പറയാം. നേരത്തെ അജിംഷാദ് സൂചിപ്പിച്ചതുപോലെ തന്നെ കോടതിയിൽ നടന്ന നിയമ നടപടികൾ നമ്മൾ നേരത്തെ വ്യക്തമാക്കിയിരുന്നു. കോടതിക്കുള്ളിൽ വളരെ ചുരുങ്ങിയ സമയത്തിൽ മാത്രമാണ് കോടതിക്കുള്ളിലെ ഫോർമാലിറ്റികൾ ഉണ്ടായിരുന്നത്. അതായത് കോടതി ഒരു ഓപ്പൺ സിറ്റിംഗ് അല്ല ജഡ്ജി നടത്തിയത്. ജഡ്ജിയുടെ ചേംബറിൽ ഒരു രഹസ്യ സ്വഭാവമുള്ള സിറ്റിംഗ് ആണ് കോടതി നടത്തിയത് എന്ന് ആദ്യം നമുക്ക് പറയാൻ സാധിക്കും. അതിനുശേഷമാണ് കോടതി പ്രതിയെ 14 ദിവസത്തെ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ വിടുന്നത്, പ്രതിയെ റിമാൻഡ് ചെയ്തത്. പോലീസ്, നമ്മൾ നേരത്തെ മാധ്യമങ്ങളിൽ അടക്കം എടുത്തു പറഞ്ഞിരുന്ന ഒരു കാര്യമുണ്ട്. പോലീസിൽ നിന്ന് ലഭിക്കുന്ന സൂചനകൾ അനുസരിച്ച് പോലീസ് 15 ദിവസം പോലീസ് ഇയാളെ തങ്ങളുടെ കസ്റ്റഡിയിൽ വാങ്ങുമെന്ന് നേരത്തെ അടക്കം മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു.
ഇത് പോലീസിന്റെ തന്നെ വിവരത്തെ തുടർന്നാണ് മാധ്യമങ്ങൾ ഇങ്ങനെ റിപ്പോർട്ട് ചെയ്യുന്നത്. എന്നാൽ ഇതിൽ നിന്ന് വിഭിന്നമായി പോലീസ് കോടതിയിൽ ഇയാളെ കസ്റ്റഡിയിൽ കിട്ടണമെന്ന ആവശ്യം ഉന്നയിച്ചില്ല. പകരം കോടതി പറഞ്ഞത് ആദ്യം ഈ റിമാൻഡ് കാലാവധി തന്നെ ഇയാളുടെ ആദ്യം ടെസ്റ്റ് ഐഡന്റിഫിക്കേഷൻ പരേഡാണ് ആദ്യം നടത്തേണ്ടത്. തിരിച്ചറിയൽ പരേഡിന് ശേഷം ആണ് പോലീസ് തങ്ങളുടെ കസ്റ്റഡിയിലേക്ക് ഇയാളെ വാങ്ങുക. ഇതിൽ നിന്ന് വ്യക്തമാകുന്ന ഒരു കാര്യമുണ്ട്. പോലീസ് ഒരു വാർത്താ സമ്മേളനം നടത്തി പ്രതി ഇതാണ് എന്ന് പ്രഖ്യാപിച്ചില്ല എന്ന് മാത്രമേ ഉള്ളൂ. ബാക്കി എല്ലാ കാര്യങ്ങളും പോലീസ് പറഞ്ഞതനുസരിച്ച് പ്രതി ഇത് തന്നെ ആവാനാണ് സാധ്യതകൾ കൂടുതൽ. പോലീസ് കോടതിക്ക് മുമ്പിൽ അവതരിപ്പിച്ചു കഴിഞ്ഞിട്ടുണ്ട്. പോലീസ് നേരത്തെ അടക്കം DNA സാമ്പിളുകൾ അടക്കമുള്ള ശാസ്ത്രീയ ഫലങ്ങളുടെ അടിസ്ഥാനത്തിലാണ് പ്രതി ഇതാണെന്നുള്ള അനുമാനത്തിലേക്ക് എത്തുന്നതും അത് കോടതിക്ക് മുൻപിൽ അവതരിപ്പിക്കുന്നതും. ഇനി ഒരു ടെസ്റ്റ് ഐഡന്റിഫിക്കേഷൻ പരേഡിന്റെ കുറവുകൾ മാത്രമേ അത് വരും ദിവസങ്ങൾ 3 ദിവസത്തിനുള്ളിൽ അത്തരത്തിലുള്ള നടപടികളും പൂർത്തിയാകുമെന്നാണ് നമുക്ക് ഇവിടെ നിന്ന് ഇപ്പോൾ ലഭിക്കുന്ന സൂചനകളും വിവരവും. അജിബ് ഷാദ് രാവിലെ മുതൽ തന്നെ ഏതാണ്ട് 9 മണിയോടുകൂടെ തന്നെ ഈ പ്രതി ആസാംകാരനായ പെരുമ്പാവൂരിൽ ജോലി ചെയ്തിരുന്ന അമീറുൽ ഇസ്ലാമിനെ കാണാൻ, ഈ ജിഷയെ കൊലപ്പെടുത്തിയ കേസിലെ പ്രതിയെ കാണാൻ, തങ്ങളുടെ നാട്ടിലൊരു പെൺകുട്ടിയെ അതിദാരുണമായി കൊലപ്പെടുത്തിയ കേസിലെ പ്രതിയെ കാണാൻ പെരുമ്പാവൂർ നിവാസികളായ ജനങ്ങൾ, ഒപ്പം പോലീസ് പറയുന്നത് മറ്റു ജില്ലകളിൽ നിന്ന് പോലും ഈ പ്രതിയെ കാണാൻ ജനങ്ങൾ ഇവിടെ എത്തിയിട്ടുണ്ട് എന്ന് പോലീസ് പറയുന്നു. അത്തരത്തിൽ പോലീസ് വലിയ സുരക്ഷാ സന്നാഹം ഇവിടെ ഒരുക്കേണ്ടി വന്നു. പ്രതിയെ ആലുവ പോലീസ് ക്ലബിൽ നിന്ന് പ്രതിയെ കൊണ്ടുവരുന്ന വഴിയിലുടനീളം ആലുവയിൽ നിന്ന് പെരുമ്പാവൂർ 1ാം ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിലേക്ക് എത്തുന്ന വഴിവരെയും പോലീസിന്റെ സുരക്ഷാ സംവിധാനങ്ങൾ ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് ഏറ്റവും കൂടുതൽ പോലീസിനെ വിന്യസിച്ചിരുന്നത് ഈ കോടതി പരിസരത്ത് തന്നെയാണ്. പ്രതികൾ കോടതി കോമ്പൗണ്ടിൽ ആദ്യം ജനങ്ങൾ കോടതി കോമ്പൗണ്ടിൽ ആദ്യം പ്രവേശിച്ചിരുന്നു. ജനങ്ങളുടെ എണ്ണം കൂടി വന്നതോടെ പോലീസ് അതിലിടപെട്ട കോടതി കോമ്പൗണ്ടിനുള്ളിൽ നിന്നും ഇവരെ മതിലിന് പുറത്താക്കി വടം കെട്ടി ഇവരെ നിയന്ത്രിക്കുകയായിരുന്നു. 4:30 മണിയോടുകൂടെ പോലീസ് വാഹനങ്ങളുടെ മറ്റു അകമ്പടിയോടെ അല്ലെങ്കിൽ മറ്റു പോലീസ് വാഹനത്തിൽ പ്രതിയെ കോടതിയിലേക്ക് എത്തിക്കുന്നു. മറ്റു കോടതിയിൽ നടന്ന വിവരങ്ങൾ വളരെ ചുരുങ്ങിയ മിനിറ്റുകൾക്ക് ഉള്ളിൽ സമാപിച്ച നിയമ നടപടികളാണ് കോടതിക്ക് ഉള്ളിൽ നടന്നത്. പോലീസ് പ്രധാനമായും നേരിട്ട വെല്ലുവിളി ഈ പ്രതിയെ ജനങ്ങൾക്ക് വിട്ടുകൊടുത്ത് പ്രതിയെ കോടതിക്കുള്ളിൽ പ്രവേശിപ്പിക്കുകയും പ്രതിയെ ഇവിടെ നിന്ന് കൊണ്ടുപോകുക എന്നുള്ള വലിയ വെല്ലുവിളി തന്നെയായിരുന്നു. കടുത്ത മഴയിലും ജനങ്ങൾ ഇവിടെ കൂടി നിന്നു. നേരത്തെ ജനങ്ങൾ നമ്മളോട് പ്രതികരിച്ചത് തന്നെയും അങ്ങനെയാണ്. ഈ പ്രതി ആരാണെന്ന് നമുക്ക് അറിയണം. മാത്രമല്ല പ്രതിയുടെ ചില മൊഴികളിൽ ചില വൈരുദ്ധ്യങ്ങളുണ്ട്. ഞങ്ങൾ അത് വിശ്വസിക്കുന്നില്ല. പോലീസിന്റെ ഭാഗത്തുനിന്ന് കൂടുതൽ തെളിവുകൾ ഇതിന് ഞങ്ങൾക്ക് ലഭിക്കണം. അത് മാധ്യമങ്ങളിലൂടെ വരും ദിവസങ്ങൾ ഞങ്ങൾക്ക് ലഭിക്കുമെന്ന് ഉറപ്പുണ്ട്. അതാണ് ഞങ്ങൾ കാത്തിരിക്കുന്നത്. ഞങ്ങൾ ഈ പ്രതിയുടെ മുഖം കാണാൻ അല്ലെങ്കിൽ മുഖത്തിന് വേണ്ടി കാത്തിരിക്കാൻ ഞങ്ങൾ തയ്യാറാണെന്നതടക്കം പരിസരവാസികളും പ്രദേശവാസികളും നേരത്തെ പീപ്പിൾ ടിവിയിലൂടെ തന്നെ പറഞ്ഞിരുന്നു. ഇത്തരത്തിൽ വലിയ സന്നാഹങ്ങളാണ് പോലീസ് ഈ ഒരു കോടതി പരിസരത്ത് ഒരുക്കിയിരുന്നത്. മറ്റു നിയമ നടപടികൾ വരും ദിവസങ്ങളിൽ പൂർത്തിയാവും. അജിംഷാദ്, അതായത് ഇനി ഒരുപക്ഷെ ആദ്യ അന്വേഷണ സംഘം ആദ്യഘട്ടത്തിൽ അവിടെ നിന്ന് ശേഖരിച്ചതിൻ്റെ DNA പരിശോധനകളിൽ നിന്ന് എടുത്ത അതേ കോഡ് തന്നെയാണ് ഇപ്പോൾ പിടിയിലായ അമീറുൽ ഇസ്ലാമിനും എന്ന് ബോധ്യമായതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇതുമായി പോലീസ് 100% സ്ഥിരീകരിച്ച് ഈ പ്രതിയെ ലിങ്ക് ചെയ്യുന്നത്. അവിടെയാണ് അതിൻ്റെ കാര്യം. ഇനി ഇയാളുടെ DNA പരിശോധന ഒരിക്കൽ കൂടി എടുക്കുമെന്നും കോടതി ഉത്തരവോടുകൂടി പരിശോധിക്കും എന്നൊക്കെയുള്ള വാർത്തയുണ്ട്. അത് എത്രത്തോളം ശരിയാണ്? അങ്ങനെയുണ്ടോ നടപടിക്രമങ്ങൾ? അജിബ് ഷാദ്, ഈ കൊലപാതകം നടന്ന വട്ടോളിപ്പിടിയിലെ ജിഷയുടെ ഒറ്റമുറി വീട്ടിൽ നിന്ന് പോലീസിന് ലഭിച്ച സാമ്പിളുകളാണ് പോലീസ് യോജിച്ചു നോക്കിയത്. ഇതിൽ 3 സാമ്പിളുകൾ പോലീസ് പരിശോധിച്ചു. ഒന്ന് ജിഷയുടെ ചുരിദാർ, ജിഷയുടെ മുതുകിൽ, ജിഷ പ്രതിയെ കടിച്ചപ്പോൾ പ്രതി ജിഷയെ തിരിച്ചു കടിച്ചു, ജിഷയുടെ മുതുകിൽ കടിച്ചു. ഇങ്ങനെ ജിഷയുടെ ചുരിദാറിൽ പ്രതിയുടെ ഉമിനീര് പറ്റിയിരുന്നു. മാത്രമല്ല ജിഷയുടെ നഖത്തിനിടയിൽ പ്രതിയുടെ ചർമ്മകോശങ്ങൾ ഉണ്ടായിരുന്നു. അതിലും ഉപരിയായി പ്രതിയുടെ രക്തം ജിഷയുടെ വീട്ടിന്റെ വാതിൽ കൊളുത്തിൽ ഉണ്ടായിരുന്നു. ഈ മൂന്ന് ഫോറൻസിക് തെളിവുകളിൽ നിന്ന് പോലീസിന് കിട്ടിയ DNA ഒരേ DNA ആയിരുന്നു. ഇത് ഏതാണ്ട് അല്ലെങ്കിൽ പൂർണ്ണമായും യോജിക്കുന്ന തരത്തിലുള്ള DNA ആണ് പോലീസിന് ലഭിച്ചത്. ഇത്തരത്തിലേക്ക് ഇത് ചെയ്ത ആൾ അല്ലെങ്കിൽ ജിഷയെ കൊലപ്പെടുത്തിയ ആളുടെ DNA ആണ് ഇത് എന്നുള്ള ഒരു അനുമാനത്തിലേക്ക് പോലീസ് എത്തുന്നു. ആദ്യ അന്വേഷണ സംഘം അന്വേഷണം അല്ലെങ്കിൽ അവസാനിപ്പിച്ച ഈ കറുത്ത ചെരുപ്പിന്റെ പുറകെ രണ്ടാമത്തെ അന്വേഷണ സംഘം പോകുന്നു. ആ ചെരുപ്പിൽ ജിഷയുടെ ചോരത്തുള്ളി പോലീസ് കണ്ടെടുക്കുന്നു. ഫോറൻസിക് പരിശോധനയിലടക്കം അത് ജിഷയുടേതാണെന്ന് കണ്ടെത്തുന്നു. ആ ചെരുപ്പിന്റെ ചുവട് പിടിച്ചുള്ള അന്വേഷണമാണ്. കടക്കാരിൽ നിന്ന് പ്രതിയെ പറ്റിയുള്ള ഒരു പൂർണ്ണ വിവരം കിട്ടുന്നു. ഇങ്ങനെ ഒരു രൂപം കിട്ടുന്നു. ഇങ്ങനെ ഒരാൾ ഇവിടെ നിന്ന് ചെരുപ്പ് വാങ്ങിയതായി ഇയാൾ മൊഴി നൽകുന്നു. അതിനെപ്പറ്റിയുള്ള രൂപരേഖ പോലീസ് തയ്യാറാക്കുന്നു. അതിനുശേഷം പോലീസ് ഫോൺ രേഖകൾ പരിശോധിച്ചുള്ള അന്വേഷണത്തിലേക്ക് നീങ്ങുന്നു. ഈ പ്രദേശത്ത് നിന്ന് സംഭവ ദിവസം ഏപ്രിൽ 28-നും അതിനു മുമ്പും ശേഷവും നടന്ന അല്ലെങ്കിൽ
ടവർ ലൊക്കേഷനുകൾ കേന്ദ്രീകരിച്ച് പോലീസ് അന്വേഷണം നടത്തുന്നു. ഏതാണ്ട് 25 ലക്ഷത്തോളം കോളുകൾ പോലീസ് വീക്ഷിക്കുന്നു. അതിൽ നിന്ന് 200 നമ്പറുകൾ പോലീസ് ഷോർട്ട് ലിസ്റ്റ് ചെയ്യുന്നു. അതിൽ നിന്ന് സംഭവ ദിവസവും അതിനുശേഷമുള്ള ദിവസവും ഇവിടെ നിന്ന് നിശ്ചലമായ നമ്പറുകൾ ഏതാണെന്ന് പോലീസ് അന്വേഷിക്കുന്നു. ഇത് 26 നമ്പറുകളെന്ന് പോലീസ് കണ്ടെത്തുന്നു. അതിൽ നിന്ന് ഈ പ്രതി അല്ലെങ്കിൽ ആസാംകാരനായ പ്രതി ഈ ഉപേക്ഷിച്ച സിമ്മിൽ നിന്ന് അതേ ഫോണിൽ മറ്റ് സിമ്മുകൾ ഉപയോഗിച്ച് നിരന്തരം വിളിച്ചതായി സുഹൃത്തുക്കളുമായി ബന്ധപ്പെട്ടതായി പോലീസിൽ തെളിയുന്നു. അങ്ങനെ അന്വേഷണം ആസാമിലേക്ക് നീളുന്നു. ഈ പ്രതി ഇവിടെ നിന്ന് അപ്രത്യക്ഷനായത് പോലീസ് കണ്ടെത്തുന്നു. ഈ പ്രതി ആസാമിൽ നിന്ന് തമിഴ്നാട്ടിൽ കാഞ്ചീപുരത്ത് ഒരു തീർച്ചയായും അലക്സ്, ഇനി അമീറുൽ ഇസ്ലാം എന്ന ആ വ്യക്തിയെ അവിടെ അറിയാവുന്ന ആൾക്കാർ ആരെങ്കിലും ഉണ്ടോ? അതുപോലെ തന്നെ ഈ ജിഷയുമായി ബന്ധപ്പെട്ട് ഉള്ള വൈരാഗ്യം സൃഷ്ടിക്കപ്പെടുന്നതിന് കാരണമായ സംഭവ വികാസങ്ങളെക്കുറിച്ച് ജിഷയുടെ പരിസരവാസികൾ കാര്യങ്ങളിലേക്കൊക്കെ അദ്ദേഹത്തിൻ്റെ ഈ അമീറുൽ ഇസ്ലാമിൻ്റെ ഫോട്ടോ കാണിക്കാതെ തന്നെ ആ അമീറുൽ ഇസ്ലാമിൻ്റെ സ്വഭാവ വൈകൃതങ്ങളെ സംബന്ധിച്ചൊക്കെ ആ നാട്ടുകാർക്കറിയാം. അവരുടെ വാദങ്ങൾ എന്തൊക്കെയാണ് എന്നൊക്കെ അറിയാൻ അലക്സിലേക്ക് എത്താം. മറ്റു വാർത്തകളിലേക്ക്. ഒറ്റപ്പാലത്ത് മാധ്യമപ്രവർത്തകരെ ആക്രമിച്ച നെല്ലായ കേസ് പ്രതികളുടെ ബന്ധുക്കളാണെന്ന BJP വാദം പൊളിഞ്ഞെന്ന് CPIM. വിവിധ ജില്ലകളിൽ നിന്നും ആളുകളെ ഇറക്കി നാട്ടിൽ കലാപമുണ്ടാക്കാനാണ് ശ്രമമാണ് RSS നടത്തുന്നതെന്നും ജില്ലാ സെക്രട്ടറി CK രാജേന്ദ്രൻ പറഞ്ഞു. മാധ്യമപ്രവർത്തകരെ ആക്രമിച്ച് കൊലവിളി നടത്തിയതിന് നേതൃത്വം കൊടുത്തത് തിരുവനന്തപുരം വട്ടിയൂർക്കാവ് സ്വദേശിയും RSS പ്രചാരകനുമായ വിഷ്ണുവാണെന്ന് തെളിഞ്ഞ സാഹചര്യത്തിലാണ് CPIM നിലപാട് വ്യക്തമാക്കിയത്. സംസ്ഥാന വ്യാപകമായി RSS നടത്തുന്ന ആക്രമണങ്ങളുടെ തുടർച്ചയാണ് ശനിയാഴ്ച നെല്ലായിൽ നടന്നത്. ഈ കേസിലെ പ്രതികളായ RSS പ്രവർത്തകരെ കോടതിയിൽ എത്തിക്കുന്നതിനിടെയായിരുന്നു മാധ്യമപ്രവർത്തകർക്ക് നേരെ ആക്രമണവും കൊലവിളിയും. CPIM പാലക്കാട് ജില്ലാ സെക്രട്ടറി CK രാജേന്ദ്രൻ. ഇങ്ങനെയുള്ള കുറേ ആളുകളെ ജില്ലയ്ക്ക് പുറത്തുനിന്നും RSSന്റെ മറ്റ് കേന്ദ്രങ്ങളിൽ നിന്ന് പരിശീലനം കൊടുത്ത് ഈ ജില്ലയിൽ പല ഭാഗത്തും വിന്യസിച്ചിരിക്കുകയാണ്. അപ്പോൾ RSS അവരുടെ ലക്ഷ്യം നടപ്പിലാക്കാൻ ഈ രീതിയിൽ പുറത്തുനിന്ന് വരെ ആളെ ഇറക്കി നാട്ടിൽ കലാപം ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുന്നു എന്നതുകൂടി ഇതിൽ നിന്ന് വ്യക്തമാകുകയാണ്. നെല്ലായ സംഭവത്തിന്റെ പശ്ചാത്തലത്തിൽ ഈ മാസം 20-ന് ചെർപ്പളശ്ശേരിയിൽ സമാധാന യോഗം വിളിച്ചു ചേരുന്നതായി PK ശശി MLA അറിയിച്ചു. തെറ്റ് ചൂണ്ടിക്കാണിക്കാൻ കോൺഗ്രസ് തയ്യാറാകുന്നില്ലെന്നും CPIM നേതാക്കൾ പറഞ്ഞു. അക്രമികളെ ഒറ്റപ്പെടുത്താൻ പൊതുസമൂഹം തയ്യാറാവണമെന്നും ഇവർ ആവശ്യപ്പെട്ടു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. ഗുൽബർഗ് കൂട്ടക്കൊലക്കേസിലെ 11 പ്രതികൾക്ക് മരണം വരെ ജീവപര്യന്തവും 12 പേർക്ക് 7 വർഷം തടവും ഒരാൾക്ക് 10 വർഷം തടവും കോടതി വിധിച്ചു. അഹമ്മദാബാദിലെ പ്രത്യേക കോടതി ജഡ്ജി PB ദേശായിയാണ് പ്രതികൾക്ക് ശിക്ഷ വിധിച്ചത്. അതേസമയം കോടതി വിധിയിൽ നിന്ന് നീതി ലഭിച്ചിട്ടില്ലെന്ന് അക്രമത്തിൽ കൊല്ലപ്പെട്ട കോൺഗ്രസ് നേതാവ് ഇസാൻ ജാഫ്രിയുടെ വിധവ സാക്കിയ ജാഫ്രി പ്രതികരിച്ചു.